അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ടോ ഉണ്ടാക്കാം. ഈസിയാണ്. മസാല റൈസ് ബോൾസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൊഴുക്കട്ട എന്ന് പറയാം. അപ്പം അരി വാട്ടിയെടുത്തിട്ട് അത് നമ്മൾ കക്കറൊട്ടിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്ന പോലെ ഉരുട്ടിയെടുത്തിട്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് തേങ്ങയും ഉള്ളിയും പച്ചമുളകും വറ്റൽമുളകൊക്കെ ഇട്ട് കടു തൂങ്ങിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇത് ചായക്ക് നല്ല അടിപൊളി സാധനമാണ്. നമ്മൾ കക്കറൊട്ടിയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ അരി ഓൾറെഡി ഒന്ന് വാട്ടിയെടുത്ത് പോയി, അതിനുശേഷമാണ് വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് അരി വാട്ടിയെടുക്കുന്നത് വീഡിയോ കാണിക്കാൻ പറ്റാഞ്ഞത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിന് മുമ്പ് ഞാനൊരു വാട്ടിപ്പത്തിൽ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്. ആ സെയിം രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഈ അരി വാട്ടിയെടുത്തത്. അപ്പോൾ ആ ഒരു വീഡിയോയിലും കാണിക്കുന്നത് പുഴുങ്ങലരി പച്ചവെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ട് പിന്നെ അരച്ചെടുത്തതിന് ശേഷമാണ് വാട്ടിയെടുക്കുന്നത്. ഇനി അരച്ചെടുക്കാനുള്ള ആ ഒരു മെനക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചരീൻ്റെ പൊടി എടുക്കാം. നല്ല തിളച്ച് വന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും ഈ പച്ചരി പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി കുരുട്ടി വാട്ടിയെടുക്കണം. എന്നിട്ട് ഇതേപോലെ ബോൾസ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ബോൾസ് ആക്കിയെടുക്കാം. അങ്ങനെ ഞാനിപ്പം കുറച്ച് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ആവിത്തട്ടിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് പ്ലെയിനായിട്ട് ഇങ്ങനെ ബോളാക്കി എടുക്കുന്നത്, അല്ലാണ്ട് നമ്മൾ ഉണ്ട ഉണ്ടാക്കുമല്ലോ, ഈ ചമ്മന്തി ഉണ്ടയൊക്കെ അങ്ങനെ ചെറിയ സൈസിൽ ഉണ്ടാക്കിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ അരി ബോൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് തൂങ്ങിച്ചിടാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്നാദ്യം പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് ആദ്യം ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. അതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ഓരോന്നും അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു 1/4 മുറി സവാള അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സവാള ചെറുതായിട്ടൊന്നങ്ങ് എന്താ പറയുക, എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് കളറൊന്നും മാറണമെന്നില്ല, വഴറ്റിയെടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് മല്ലിയില ഇവ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമ്മൾ ഈ വേവിച്ചിട്ടുള്ള റൈസ് ബോൾസും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ അങ്ങ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പം കളറിലൊന്നുമല്ല, വൈറ്റ് കളറിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ വേവിച്ചിട്ടുള്ള ഈ ഒരു ബോൾസും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നങ്ങ് പിടിച്ച് ആ ഒരു എണ്ണയും എല്ലാം ആ ഒരു ബോൾസിലൊക്കെ പിടിച്ചിട്ട് എന്താ പറയുക, ഒന്നങ്ങ് കുഴഞ്ഞ് വരട്ടെ. അതുവരെ ജസ്റ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ തേങ്ങ മസാലയോ അല്ലെങ്കിൽ ചമ്മന്തിയോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ബോളാക്കി എടുക്കാം. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. അതും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ പ്ലെയിനായിട്ടുള്ള ഒന്നുമില്ല, നമ്മുടെ കക്കറൊട്ടിയൊക്കെ ഉള്ള പോലെ തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് തേങ്ങയാണ്. ഒരു 2 പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കുക. കുറേ വേണ്ട, 2 പിടി ചേർത്താൽ മതി. എല്ലാത്തിലും ഒന്നങ്ങ് പിടിച്ച് വരുന്ന പോലെ ഒന്നങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോഴാണ് ഇത് തിന്നാനൊരു ടേസ്റ്റ് ഉണ്ടാവാൻ. തേങ്ങ കൂടെ ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങയും ഉള്ളിയും ഒക്കെ ആ എണ്ണയിൽ മൂത്ത് വന്നിട്ട് ഈ ബോൾസ് തിന്നുമ്പം നല്ലൊരു ടേസ്റ്റാണ്. എന്താ പറയുക, നല്ലൊരു ചൊയയുണ്ട്. വേറെ ഒന്നും വേണമെന്നില്ല. ഉള്ളിൽ ആ ഒരു തേങ്ങൻ്റെ മസാലയോ അല്ലെങ്കിൽ ചമ്മന്തിയോ ഒന്നും ഇല്ലാണ്ട് തന്നെ ഇത് നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം വൈകുന്നേരം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഇഷ്ടമാവും. പിന്നെ നമുക്കും എന്താ പറയുക, വൈകുന്നേരം ചായക്ക് കൂട്ടാൻ അല്ലെങ്കിൽ രാവിലത്തെ നാസ്തക്കൊക്കെ നല്ല അടിപൊളി സാധനമാണ്. പിന്നെ നമ്മൾ കക്കറൊട്ടിയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഈസിയാണ് ഇത്. തേങ്ങയൊക്കെ അരച്ചെടുക്കണമല്ലോ കക്കറൊട്ടിക്ക്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, തേങ്ങാപ്പാടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കളറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നേരത്തെ തൂങ്ങിക്കുന്ന സമയത്ത് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കളറൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഏതാണോ ഇഷ്ടമുള്ളത് അതിനനുസരിച്ചിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റൈസ് ബോൾസ് അല്ലെങ്കിൽ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചില സ്ഥലത്ത് ചിലരൊക്കെ ഏട്ടമുട്ട എന്ന് പറയും. കാരണം ഇത് ഏട്ടമുട്ടൻ്റെ ആ ഒരു ഷേപ്പിലാണല്ലോ, അത്രയും വലിപ്പത്തിൽ ആ ഒരു ഷേപ്പിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്. അങ്ങനെ പറയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയുക. പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ കീപ്പ് വാച്ചിങ് മൈ മൺസ് കിച്ചൻ. താങ്ക് യു.